ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ്, മഹാശനിമാറ്റത്തെപ്പറ്റി. ശനിമാറ്റം സംഭവിക്കുന്നത് 2025 മാർച്ച് മാസം 29-നാണ്. ഇനി കുറച്ച് മാസങ്ങൾ ശനിമാറ്റത്തിനായിട്ട് മുന്നോട്ടുണ്ട്. എങ്കിലും ഇത്രയും നേരത്തെ മുൻകൂട്ടി ഒരു വീഡിയോ ചെയ്യുന്നതിന് തന്നെ പ്രധാന കാരണം, ഒരുപാട് വ്യക്തികളെ സംബന്ധിച്ച് ചില രാശികളിൽപ്പെട്ട വ്യക്തികൾ ഈ ഒരു ശനി ദോഷത്തിൻ്റെ കാഠിന്യം മൂലം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊണ്ട് നീറി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. പലരെയും സംബന്ധിച്ച് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷകൾ, ശുഭപ്രതീക്ഷകൾ, ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ധാരാളം പേരുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ശാശ്വതമല്ല. അത് നിങ്ങളെ 2025 മാർച്ച് മാസത്തോടുകൂടി പൂർണ്ണമായി ആ ശനിദോഷം വിട്ടുമാറും. ഇത്രയും നാളും നിങ്ങൾക്ക് ദോഷം നൽകിയ ശനീശ്വരൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും യോഗഫലങ്ങളും സൗഭാഗ്യങ്ങളും നൽകുന്ന ഒരു നല്ല സമയം, നല്ല കാലഘട്ടമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ഭയം, അനാവശ്യമായിട്ടുള്ള ഒരു ഭയം, അതുപോലെ ആത്മവിശ്വാസക്കുറവ്, ഇതൊന്നും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കേണ്ട. മുന്നോട്ട് നിങ്ങൾക്ക് മനസമാധാനം, സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങളാണ് ഇനി മുന്നോട്ട് വരുന്ന ആ മഹാശനിമാറ്റം നൽകുന്നത്. ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കും. അത്രമേൽ ശക്തിയുള്ളൊരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. ശനി നല്ല ഭാവങ്ങളിൽ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ അതുപോലെ ഉയർച്ചകൾ. കാരണം ശനി നൽകുന്ന ഗുണഫലങ്ങൾ, നന്മകൾ ഒരിക്കലും ശനി തിരിച്ചെടുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹമാണ്, ആയുൾകാരകനാണ്, പൂർണ്ണ പാപനായ ഗ്രഹമാണ് ശനി. എന്നാൽ ശനി രാശിയിൽ നല്ല ഭാവങ്ങളിൽ, സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ ശനി നൽകേണ്ട ദോഷഫലത്തിന് നേർ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഗുണാനുഭവങ്ങൾ നൽകും. അങ്ങനെ ഈ ഒരു ശനിമാറ്റം 2025 സംഭവിക്കുമ്പോൾ ഒരു 5 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നേർ വിപരീതമായൊരു നല്ല കാലം, നല്ല ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്നത് ശനി ദശയാണോ, അല്ലെങ്കിൽ 2025 മുതൽ ശനി ദശ ജാതകപ്രകാരം ആരംഭിക്കാനിരിക്കുന്നവരാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ നടക്കുന്നത്, ശനി നിങ്ങളുടെ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുക. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജനന ജാതകമുണ്ട്. ആ ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. കാരണം ഇവിടെ പറയുന്ന 5 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല കാലം, സമയമാണ് ഈ വരുന്ന മഹാശനിമാറ്റത്തോടു കൂടി ലഭിക്കുവാൻ പോകുന്നത്. അപ്പോൾ സ്വന്തം ജനന ജാതകവും കൂടെ നോക്കി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ആദ്യമായിട്ട് ഈ ഒരു ശനിമാറ്റം ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാരിൽ ഒരു രാശിക്കാരാണ് ഇടവം രാശിക്കാർ. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടം, സർവ്വൈശ്വര്യം ലഭിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ 2025 മാർച്ച് മുതൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുവാൻ പോകുന്നതും. ശനി എന്ന് പറയുന്ന ഗ്രഹം ഇടവം രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങളുടെ രാശിയുടെ അധിപനും, ഇടവം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഗ്നാധിപനായ ഗ്രഹവുമാണ്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഒക്കെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ശനി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിയിലാണ്. കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നത്. മീനം രാശി എന്ന് പറയുമ്പോൾ ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനം, ഉപജയസ്ഥാനത്തിലെ സർവ്വശ്രേഷ്ഠമായ സ്ഥാനമാണ്. ഇടവം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന ഒരു സമയമാണ്. ശനി ആ 2.5 വർഷക്കാലം നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്ന സമയം. സർവാഭീഷ്ടം എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന സമയം. ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും പലതരത്തിലായിരിക്കും. ചിലർക്കൊരു നല്ല ജോലി ലഭിക്കുവാനുള്ള ആഗ്രഹമായിരിക്കും, ചിലർക്ക് നല്ലൊരു
വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതമായിരിക്കാം. മറ്റു ചിലർക്ക് സ്വന്തമായി ഭൂമി, ഗൃഹയോഗം, ഇങ്ങനെ ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും. മറ്റു ചിലരെ സംബന്ധിച്ച് രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സമയമാണ് ശനിയുടെ ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് 2025 മാർച്ച് മുതൽ നൽകുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇത്രയും നാളും നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പറയത്തക്ക ഒരു ലാഭമോ ഗുണഫലമോ എന്തിന് നല്ലൊരു സമ്പാദ്യം, ഒരു സേവിങ്സ് പോലും പലർക്കും ഇല്ലാത്ത അവസ്ഥയാണ്. അത് സ്വന്തം ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ്. ഒരു ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പലതരത്തിൽ പണം മുടക്കിയിട്ടും അതൊന്നും തിരിച്ചു ലഭിക്കാതെ കടബാധ്യതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമായി മുന്നോട്ട് പോകുന്നു. ലാഭം, സമ്പാദ്യം നിങ്ങൾ കേൾക്കാത്ത കുറച്ച് കാലഘട്ടങ്ങളാണ് നിങ്ങൾക്ക് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് 2025 മാർച്ച് മുതൽ ശനിമാറ്റം നടക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ല ലാഭം, സമ്പാദ്യമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇടവം രാശിക്കാർക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നു, ഏത് ബിസിനസ് ചെയ്യുന്നുവോ, സ്വന്തമായിട്ട് തൊഴിൽ ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ ആ കർമ്മത്തിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്തുന്ന സമയവും കർമ്മം കൊണ്ട് ജീവിതത്തിൽ ശ്രേഷ്ഠത, ധനം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും നിങ്ങൾക്കും കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, അതിൽ കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, അതുപോലെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മറ്റ് മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റീൽ, ഇരുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഈ ഒരു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം, നല്ല സമയമാണ് 2025 മാർച്ച് മാസം മുതൽ ആരംഭിക്കുന്ന ശനി. നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങളാണ്. ശനിയുടെ ഈ ഒരു 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം സ്വന്തമായി ഭൂമി, ഗൃഹമൊക്കെ നിങ്ങളിൽ പലർക്കും വന്നു ചേരും. അത്രമേൽ ഒരു നല്ല കാലം, നല്ല സമയമാണ്. പലരെയും സംബന്ധിച്ച് ഇടവം രാശിക്കാർ ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന സർക്കാർ സർവീസിലേക്കൊക്കെ 2025 നിങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ, യൂണിഫോം സർവീസിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, കാലമാണ്. കർമ്മത്തിൽ ഏറ്റവും ഉയരും. അതുപോലെ ശനി 11ൽ സഞ്ചരിക്കുമ്പോൾ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഈ ഒരു കഴിഞ്ഞ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. ഇങ്ങനെ ഒരുപാട് നന്മകളാണ് ഇടവം രാശിക്കാർക്ക് ഈ ഒരു മഹാശനിമാറ്റം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ഗുണഫലങ്ങളും നന്മകളും നൽകുന്ന ഒരു മഹാശനിമാറ്റമാണ്. ശനി 11ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി 11ൽ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചും ഒരു 10-30 വർഷക്കാലത്തിന് ശേഷമാണ് ശനി 11ാം ഭാവത്തിൽ ആ ഒരു രാശിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ശ്രേഷ്ഠതയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് ഇടവം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഒരു 2.5 വർഷക്കാലമാണ് ശനി 11ൽ സഞ്ചരിക്കുന്ന കാലം, സമയം. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് അത്യുത്തമമായിരിക്കും. ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശനിയുടെ രാശിമാറ്റം, ആ ഒരു മഹാശനിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും സർവ്വഭാഗ്യാനുഭവങ്ങളും എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് അതിപരാശക്തിയായ ഭദ്രകാളി അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 2025 മാർച്ച് മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, നല്ല കാലം ആരംഭിക്കുകയാണ്. കാരണം അഷ്ടമശനി നിങ്ങളെ വിട്ടുമാറി പോകുന്ന കാലമാണത്. ശനി 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. നമ്മൾ പറയാറില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കിങ്ങനെ സംഭവിക്കില്ല, അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എനിക്കിങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു താളം, ഒരു ഗതി മാറും, ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുമെന്ന്. അങ്ങനെയുള്ള തരത്തിലുള്ള പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. ഈ ഒരു ശനി എന്ന് പറയുന്നത്, ഈ ഒരു അഷ്ടമശനി കാലഘട്ടം പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോരുന്ന വ്യക്തികൾ പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ, ബുദ്ധിമുട്ടിലൊക്കെ അകപ്പെട്ട അനുഭവമുണ്ട് പലർക്കും.
അത്രമേൽ അഷ്ടമശനി അവരെ സാമ്പത്തികപരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള അനുഭവങ്ങൾ, മറ്റു ചിലർക്ക് വണ്ടിവാഹന അപകടങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലരെ സംബന്ധിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ വേർപിരിവുകളും പ്രശ്നങ്ങളും, അതുപോലെ വിവാഹ കാര്യങ്ങളിൽ നേരിട്ടിരിക്കുന്ന തടസ്സം, പ്രത്യേകിച്ച് നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ച് ലഭിക്കാത്തൊരവസ്ഥ, നമ്മൾ ആരെയാണോ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചത് ആ വ്യക്തികൾ തന്നെ നമുക്ക് ശത്രുവായിട്ട് മാറുന്ന അവസ്ഥയൊക്കെ പല കർക്കിടകം രാശിക്കാർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നവരുടെ ഭാഗത്തു നിന്ന് തന്നെ പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളും ലഭിച്ച വ്യക്തികൾ കർക്കിടകം രാശിയിൽ നിരവധി പേരുണ്ട്. പൊതുവെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു അഷ്ടമശനി വളരെയധികം ബുദ്ധിമുട്ട്, ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും കാലതാമസം, തടസ്സം, മന്ദത, ജോലിയിൽ കർമ്മത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സ്വന്തം ബിസിനസ് തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്ന് വേണ്ട ഈ ഒരു അഷ്ടമശനി പലതരത്തിലും കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ, ധനപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സംഭവിക്കില്ല എന്ന് കരുതിയ പല പ്രശ്നങ്ങളും അനുഭവത്തിൽ വരിക, അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥ. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ മേഖലയിലും ഈ അഷ്ടമശനി കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. നല്ലൊരു ജോലിയിലൊക്കെ ഇരുന്ന പല വ്യക്തികൾക്കും അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഒരു ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബിസിനസ്സിലൊക്കെ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പലർക്കും ഒരു വിശ്വാസ വഞ്ചന, സാമ്പത്തികപരമായിട്ടൊരു കബളിപ്പിക്കലൊക്കെ പലർക്കും അനുഭവപ്പെട്ട സമയവുമാണ്. കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ശനി 9ാം ഭാവമായി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം ആരംഭിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും കർക്കിടകം രാശിക്കാർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം, മാറ്റമുണ്ടാകും. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കും. കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്ക് ഭൂമി സംബന്ധമായിട്ട് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടൊക്കെ ഇറങ്ങിത്തിരിച്ച് അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയൊക്കെ ഉണ്ടിപ്പോൾ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളും, ശനി നൽകിയിരുന്ന എല്ലാ ദുഃഖങ്ങളും, പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറുക, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയം, നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾക്കൊരു ഉയർച്ച, ബിസിനസ്സിലൊക്കെ ഒരു നല്ല മാറ്റം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുക, വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക, രോഗദുരിതങ്ങൾ, ആശുപത്രി വാസങ്ങളിൽ നിന്ന് മുക്തി, നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയം, നിങ്ങളുടെ കർമ്മം ഉയരുക, ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം വന്നു ചേരുക എന്നുവേണ്ട എല്ലാവിധ നന്മകളും കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമശനി വിട്ടുമാറുന്നതോടുകൂടി നിങ്ങൾക്കത് ലഭിക്കും. പലരെയും സംബന്ധിച്ച് ഈ ഒരു അഷ്ടമശനി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വേർപിരിവുകൾ, ബുദ്ധിമുട്ടുകൾ, മനോവിഷമങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അഷ്ടമശനി വിട്ടുമാറുന്നതോടുകൂടി കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിലും ആ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടാകും. പലർക്കും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാനും, ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയവുമാണ്. ശനി നിങ്ങൾക്ക് അഷ്ടമശനിയായി നിന്ന് എത്രമാത്രം ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, കഷ്ടതകൾ നൽകിയോ അതിനൊക്കെ വിപരീതമായി വളരെ നല്ല ഫലം, നല്ല ഗുണാനുഭവങ്ങൾ കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. ഈ സമയം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ശനിയുടെ ഭാവവും സ്ഥാനവും, ശനി ദശയാണോ അല്ലെങ്കിൽ ശനിയുടെ അപഹാരമാണോ നടക്കുന്നത്, അങ്ങനെ സ്വന്തം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. കാരണം 2.5 വർഷക്കാലമാണ് ശനി ആ ഒരു ഭാഗ്യസ്ഥാനത്ത് രാശിയിൽ സഞ്ചരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഒരു നിമിഷം മാത്രം മതി. അപ്പോൾ അത്രയും നല്ല സമയമാണ് കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന മഹാശനിമാറ്റം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം, നല്ല സമയമാണ് 2025 മാർച്ച് മുതൽ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ശനി 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 6ാം ഭാവം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമെന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ് രോഗദുരിതങ്ങൾ, കടബാധ്യതകൾ, ശത്രുതകൾ, എതിർപ്പുകൾ,
കേസ് വഴക്കുകൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പൂർണ്ണമായി വിട്ടൊഴിയുന്ന സമയമാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത്. ശനി 6-ാം ഭാവമായ ഉപജയസ്ഥാനത്തിലെ ശ്രേഷ്ഠമായ സ്ഥാനത്തിൽ രണരോഗ ശത്രുസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം. തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികൾക്കാണോ അത്രമേൽ കടബാധ്യതകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പണം സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ആ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. നിങ്ങൾക്ക് നിങ്ങളുടെ കടബാധ്യതകൾ പരിഹരിക്കാൻ, സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു ധനവരവ്, സമ്പാദ്യം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ ഏതൊക്കെ വ്യക്തികളാണോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, അതിന് പ്രായഭേദമന്യേ, അതിന് ഇത്ര പ്രായം എന്നൊരു കണക്കില്ല, പ്രായഭേദമന്യേ ആ വ്യക്തികളെ സംബന്ധിച്ച് ശാരീരികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യവും ഉന്മേഷവും സുഖവും കൈവരുന്ന സമയം. അതുപോലെ തന്നെ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിൽ അനാവശ്യ എതിർപ്പുകൾ, തടസ്സങ്ങൾ, ശത്രുതകൾ നേരിടുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ അനാവശ്യമായിട്ടുള്ള ശത്രുതകളൊക്കെ നേരിടുന്നവരാണ്, അല്ലെങ്കിൽ കുടുംബത്തിലോ കുടുംബ ബന്ധങ്ങളിലോ സുഹൃത്തുക്കളുടെ ഇടയിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ഇതുപോലെ ശത്രുതകൾ, എതിർപ്പുകളൊക്കെ നേരിടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ആ ശത്രുതകളും എതിർപ്പുകളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജോലി, ആ കർമ്മമേഖല, ബിസിനസ് രംഗങ്ങൾ, കുടുംബ ദാമ്പത്യ ജീവിതം, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാ ശത്രുതകളും എതിർപ്പുകളും നിങ്ങളെ വിട്ടൊഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന ഒരു സമയം, ഒരു കാലം. ഇനി പോലീസ് കേസ്, കോടതി വ്യവഹാരങ്ങൾ, അത് ഭൂമി സംബന്ധമായിട്ടുള്ളതാകാം, അതല്ലെങ്കിൽ വിവാഹ ദാമ്പത്യ ജീവിതത്തിലെ കേസ്, ആ ഒരു കുടുംബ കോടതിയിൽ നടക്കുന്ന പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കേസ് വ്യവഹാരങ്ങൾ, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം. ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തുലാം രാശിയിലുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ആ കേസ് വഴക്കുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുകൂലത്തിൽ വരുന്ന സമയമായിരിക്കും. കേസ് വഴക്കിൽ നിന്ന് മുക്തി, അതുമൂലം നിങ്ങൾക്കൊരു ധനലാഭം വന്നു ചേരുന്ന സമയവും കൂടെയാണ്. പൊതുവെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സുഖം, സന്തോഷം, സമാധാനം ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടൊഴിയുമ്പോൾ തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ച് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സുഖം, ആശ്വാസം, സമാധാനം, സന്തോഷം ലഭിക്കും. അതിന് സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ ഈ ഒരു ഫലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വിട്ടുമാറും. അതുപോലെ ഭൂമി സംബന്ധമായിട്ട്, സ്വത്ത് സംബന്ധമായിട്ട് തർക്കങ്ങൾ, കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും സ്വത്ത് വകകളൊക്കെ ഉണ്ടെങ്കിൽ അത് തുലാം രാശിക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞൊരു സന്താന ഭാഗ്യമില്ല, ആ സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള ഒരു സമയവും കൂടിയാണ് 2025 മാർച്ച് മാസം മുതൽ ആരംഭിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, സന്തോഷം, സമാധാനമൊക്കെ വന്നു ചേരും. കർമ്മമേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ്. ഈ ഒരു സമയം തുലാം രാശിക്കാരായ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം പരിശോധിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ആ ജാതകവശാൽ ശനി ദശയാണോ, അല്ലെങ്കിൽ ശനിയുടെ അപഹാരമാണോ, ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജാതകപ്രകാരം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ 2.5 വർഷക്കാലം ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന മഹാശനിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സർവ്വസുഖങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്
എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും മനോവിഷമങ്ങളും വേദനകളും വിട്ടൊഴിയുന്ന കാലമാണ് മഹാശനിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശനി 4-ാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി അർദ്ധാഷ്ടമ ശനിയായിട്ട് സഞ്ചരിക്കുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, മനസ്സിനെ അലട്ടുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രശ്നങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകൾ, പ്രശ്നങ്ങൾ എന്ന് വേണ്ട കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകൾ, അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളാണ് അർദ്ധാഷ്ടമ ശനി കാലഘട്ടത്തിൽ വൃശ്ചികം രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ശനി നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യ സ്ഥാനത്തേക്കാണ് 2025 മാർച്ച് മാസം മുതൽ സഞ്ചരിക്കുന്നത്. അത് മീനം രാശിയായിട്ടാണ് 5-ാം ഭാവം നിങ്ങൾക്ക് വരുന്നത്. മീനമെന്ന് പറയുമ്പോൾ വ്യാഴമാണ് അതിൻ്റെ രാശിയുടെ അധിപൻ. വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ച് വ്യാഴം ഏറ്റവും ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ ശനി 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ, അതും വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹങ്ങൾ ഏറ്റവും അധികം വന്നു ചേരുന്ന കാലം സമയമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ ഒക്കെ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്നത്, ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നത്, മനസ്സിനെ വേദനിപ്പിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് തെളിയുന്ന സമയം, നിങ്ങളുടെ ബുദ്ധി തെളിയുന്ന സമയം, മനസ്സിനൊരു സുഖം, സന്തോഷം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, കടബാധ്യതകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി ലഭിക്കും. നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റമായിരിക്കും 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. അതും വ്യാഴത്തിൻ്റെ രാശിയായതും വ്യാഴം നിങ്ങൾക്ക് ധനകാരകനാണ്. അപ്പോൾ പൊതുവേ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ സാമ്പത്തിക പ്രതിസന്ധിക്കൊരു മാറ്റം വരിക, നിങ്ങളുടെ കൈകളിൽ ഒരു 10 രൂപ വന്നു ചേരുക, നിങ്ങൾക്കതൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കുക, അനാവശ്യമായ ചിലവുകൾ, പാഴ്ചിലവുകൾ ഒക്കെ വിട്ടുമാറുന്ന സമയം, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സുഖം, സന്തോഷം, സമാധാനം നൽകുന്ന തരത്തിലുള്ള, ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയം, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, അതുപോലെ സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം, പലർക്കും സ്വന്തമായി ഭൂമി വാങ്ങാൻ, ഗൃഹം നിർമ്മിക്കാൻ, ഗൃഹപ്രവേശം നടത്താൻ യോഗമുള്ള കാലം, അങ്ങനെ ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്ന സമയമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന സമയം, വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള നല്ല മംഗളകരമായ ഒരു ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം ലഭിക്കുന്ന സമയവുമാണ്. പൊതുവേ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് 2025 മാർച്ച് മുതൽ മുന്നോട്ടുള്ള 2.5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിട്ടൊഴിഞ്ഞ് സമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരുന്ന തരത്തിലായിരിക്കും നിങ്ങൾക്ക് ശനി അനുഗ്രഹം നൽകുന്നതും. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നല്ലൊരു മതിപ്പും ഒരു ആദരവും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കും അനുഭവത്തിൽ വരുന്നത്. എല്ലാം കൊണ്ടും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയം, ഒരു കാലമാണ് ഈ ഒരു മഹാശനിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത്. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ടൊക്കെയുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. വിദേശ ജോലി ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന വൃശ്ചികം രാശിക്കാർക്കും ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. കാലാകാലങ്ങളായി കുടുംബത്തെ വേർപിരിഞ്ഞിരുന്നവർക്കോ അതുപോലെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് കുടുംബത്തിലേക്ക് വന്നു ചേരുവാനുള്ള ഒരു സമയം, ഒരു കാലമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പിരിഞ്ഞിരുന്നവർ തമ്മിൽ ഒത്തുചേരുന്ന സമയമാണ്. എല്ലാം കൊണ്ടും ഈ ഒരു മഹാശനിമാറ്റം വൃശ്ചികം രാശിക്കാരുടെ മനസ്സിന് അത്രമേൽ കുളിർമ, സന്തോഷം, സമാധാനം, അതുപോലെ ശാരീരിക സുഖം, ഒരു സ്വസ്ഥത ഒക്കെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക. വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകം വെച്ചാൽ ശനി ദശയാണോ, ശനിയുടെ അപഹാരമാണോ, ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മഹാശനിമാറ്റം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. ഈ ഒരു മഹാശനിമാറ്റം ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ, ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, രാജയോഗ തുല്യമായ ഫലങ്ങൾ നൽകുന്ന
രാശിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മകരം രാശിക്കാരാണ്. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലത്തിൻ്റെ, നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ഈ മഹാശനി മാറ്റം നൽകുന്നത്. കഴിഞ്ഞ 7.5 വർഷങ്ങളായി അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങൾ, കഷ്ടതകൾ, ഇതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഈ ഒരു ശനിമാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്നത്. കഴിഞ്ഞ 7.5 വർഷം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, വേദനകളൊന്നും നമുക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല. അത് അത്രമാത്രം വലുതാണ്. ഓരോ മനുഷ്യനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്ന പല വ്യക്തികളും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് പലരും വന്നു ചേർന്നിട്ടുണ്ട്. പലരെയും സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ചിലർക്ക് അവർക്ക് വേണ്ടപ്പെട്ട ചില സ്വന്തം ബന്ധങ്ങളെ നഷ്ടപ്പെട്ട അനുഭവം, അതൊന്നും സഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒന്നല്ല. അതുപോലെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. നമ്മൾ ആരെയാണോ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നത്, എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതിയിരുന്നവർ, അവരിൽ നിന്ന് പോലും നമുക്കിടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിച്ച അവസ്ഥയാണ് പല മകരം രാശിക്കാരെ സംബന്ധിച്ചും. ജീവിതം എന്താണ് എന്നുള്ളത് ഈ കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയവരാണ്. ആരാണ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മുടെ സുഹൃത്ത് ആരാണ്, ശത്രുക്കൾ ആരാണ്, നമ്മളെ സ്നേഹിക്കുന്നവർ ആരാണ് എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും പരിപൂർണമായി മനസ്സിലാക്കിയ രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും. പലരെയും സംബന്ധിച്ച് കടബാധ്യതകളൊക്കെ വളരെയധികം കൂടി ജപ്തിയുടെ വക്കിൽ വരെ എത്തിയ ഒരുപാട് മകരം രാശിക്കാരുണ്ട്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ട് ഒരുപാട് വഞ്ചന, കബളിപ്പിക്കപ്പെടലൊക്കെ അനുഭവത്തിൽ വരിക, സാമ്പത്തിക സ്ഥിതി വളരെയധികം തകർന്ന നിലയിലൊക്കെ പല മകരം രാശിക്കാരുമുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുക, ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് ജീവിതം മാറിപ്പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ വേർപിരിവുകൾ, വിവാഹമോചനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിവാഹത്തിൻ്റെ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ഉണ്ടാകുന്ന തടസ്സം, അങ്ങനെ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ. പക്ഷേ അത് അത്രമേൽ കഠിനമായ ബുദ്ധിമുട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പലരും ഒറ്റപ്പെട്ട് ജീവിതത്തിൽ തനിയെ നിൽക്കുന്ന ഒരവസ്ഥ പലർക്കും അനുഭവത്തിലുണ്ട്. ഒരുപാട് സ്വന്തം ബന്ധങ്ങളുണ്ടെങ്കിലും ആരുമില്ലാത്തൊരവസ്ഥ, പ്രശ്നങ്ങളൊക്കെ സ്വന്തമായി അഭിമുഖീകരിച്ചാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഓരോ വ്യക്തികൾക്കും ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ, വേർപാടുകൾ, ദുരിതങ്ങളൊന്നും അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തിയും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പ്രായഭേദമന്യേ 7.5 ശനിയുടെ കാഠിന്യം വളരെയധികം അനുഭവിച്ചവരാണ്. ഇതിൽ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ആർക്കൊക്കെയാണോ സ്വന്തം ജനന ജാതകപ്രകാരം നല്ല ബലമുള്ള ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നിട്ടുള്ളത്, അവർക്ക് മാത്രമേ 7.5 ശനിയുടെ കാഠിന്യത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിച്ചിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് അത്രമേൽ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നവരുണ്ട്. സ്വന്തം വീട് വിൽക്കേണ്ട അവസ്ഥ ഒക്കെ പലർക്കും അനുഭവത്തിൽ വന്ന് വാടക വീട്ടിലേക്കൊക്കെ താമസം മാറേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 7.5 വർഷക്കാലം ശനി നൽകിയിരുന്ന എല്ലാ ദുഃഖങ്ങളും, ദുരിതങ്ങളും, കഷ്ടതകളും ശനി തന്നെ മാറ്റുന്ന സമയമാണ് 2025 മാർച്ച് മുതൽ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലൊക്കെ നല്ല ഉയർച്ച, ബിസിനസ് ചെയ്യുന്നവർക്ക് അതിലൊക്കെ നല്ല പുരോഗതി, ജോലി ഇല്ലാത്തവർക്ക് പോലും നല്ലൊരു ജോലി ലഭിക്കുന്ന അവസ്ഥ, ജീവിതത്തിലെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും, കടബാധ്യതകളാണെങ്കിലും, ബുദ്ധിമുട്ടുകളാണെങ്കിലും ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന തരത്തിൽ ശനി നിങ്ങൾക്ക് മുന്നേറ്റ സ്ഥാനത്ത് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം, മുന്നേറ്റ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ്. ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റം, ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയം. ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം, സാമ്പത്തികപരമായ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചവരുണ്ട്. അപ്രതീക്ഷിതമായ അപകടങ്ങൾ സംഭവിച്ച് ഒരുപാട് കാലം ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ മുന്നേറ്റം, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടി പഴയ സ്ഥിതിയിൽ ജീവിതത്തിലേക്ക് വരിക, വിവാഹ കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, നല്ല അനുയോജ്യമായ വിവാഹ ബന്ധം നിങ്ങൾക്ക് ലഭിക്കുക. എത്ര വലിയ കടബാധ്യതകളാണെങ്കിലും, സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊരു മോചനം, അതിനുള്ള വഴി, ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ മുൻപിൽ തുറന്നു കിട്ടും. നിങ്ങളുടെ മനസ്സിന് തന്നെ നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാ മുറിവുകളും മറക്കത്തക്ക തരത്തിൽ, മാറ്റുന്ന തരത്തിൽ നല്ലൊരു ഈശ്വരാനുഗ്രഹം, മനസ്സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന സമയം. സ്വന്തമായി
ഭൂമി യോഗം, ഗൃഹയോഗം ലഭിക്കുന്ന സമയം. സ്വന്തമായൊരു വീടൊക്കെ നഷ്ടപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് രണ്ടാമത് ഒരു ഭൂമിക്കുള്ള യോഗവും ഗൃഹനിർമ്മാണത്തിനുള്ള യോഗവും ഒക്കെ നൽകുന്ന സമയമാണ്. ഓരോ വ്യക്തികൾക്കും ഒരു വലിയൊരു ചോദ്യചിഹ്നം, മനസ്സിലൊരു ചോദ്യമുണ്ടാകും. പലർക്കും പലതും നഷ്ടപ്പെട്ടു, ഇനി ജീവിതത്തിൽ അതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും, അല്ലെ എങ്ങനെ എന്നിലേക്കത് വരുമെന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു ശനിമാറ്റം സംഭവിക്കുമ്പോൾ അതിനുള്ള സാഹചര്യവും സമയവും ഒക്കെ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു സമയമാണ്. മനസ്സിൻ്റെ ധൈര്യം നിങ്ങൾ കൈവിടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ശനി മുന്നേറ്റ സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തന്നെ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ധൈര്യം, സന്തോഷം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ ഒരു 2.5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു സമയവുമാണ്. സന്തോഷമായി സമാധാനമായിട്ട് ഓരോ മകരം രാശിക്കാരനും മുന്നോട്ട് പോവുക. ഗൃഹനിർമ്മാണമൊക്കെ പകുതി വഴിയിൽ മുടങ്ങിക്കിടന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഭൂമി ഗൃഹയോഗമൊക്കെയുണ്ട്. ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റമാണ്. സമാധാനമായി സന്തോഷമായി ഓരോ മകരം രാശിക്കാരനും മുന്നോട്ട് പോകാം. വളരെ നല്ല സമയമാണ്. മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം നോക്കി ഇപ്പോൾ ശനി ദശയാണോ, വരാനിരിക്കുന്ന ശനി ദശാകാലഘട്ടമാണോ, ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെയൊന്ന് മനസ്സിലാക്കുക മാത്രം ചെയ്യുക. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടെ, ജാതകവശാലുള്ള ബുദ്ധിമുട്ടിനും കൂടെ ചെയ്താൽ വളരെ പെട്ടെന്ന് നല്ല മാറ്റം, ഗുണഫലങ്ങളൊക്കെ വരും. എത്ര വലിയ തരത്തിലുള്ള ബിസിനസ്സിലൊക്കെ ഏറ്റ പരാജയങ്ങളും പണനഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നേറാൻ പറ്റുന്ന തരത്തിൽ വളരെ നല്ല സമയമാണ് മുന്നോട്ടുള്ളത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന മഹാശനിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.